വളരെ കാമായിട്ടുള്ള ഫോറസ്റ്റ് നടുവിലുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. ഈ ഒരു പാറിന്റെ മേലെ ഇങ്ങനെ ഇരുന്ന സമയത്ത് മെഡിറ്റേഷനും നമ്മളെ ബ്രെയിനിന്റെ പ്രോഗ്രാമിങ്ങും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മളെ ബ്രെയിനിലെ ചിന്തകളും തമ്മിലുള്ള ബന്ധം അതിനെ കുറിച്ചൊന്ന് പറയാന്ന് വിചാരിച്ചു. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ മെഡിറ്റേഷനിൽ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സെയിൽ ചെയ്യുമ്പോഴൊക്കെ അതിനകത്തേക്ക് തന്നെ നമ്മൾ ഫോക്കസ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ അത് സ്റ്റഡീസിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പല ആളുകളും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണ് പഠിക്കണ സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഇതേപോലെയൊക്കെയുള്ള ഒരു കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ സെലക്ട് ചെയ്യുക. ഇങ്ങനത്തെ സ്ഥലത്ത് ഇരുന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിനകത്ത് കാമായിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്താലും മതി. എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ചിന്തകളെ വേറെ എങ്ങോട്ടേക്കും പോകാൻ അനുവദിക്കരുത്. അതിനെ നമ്മുടെ ഇൻഹെയിലേക്കും എക്സൈലിലേക്കും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താനായിട്ട് നോക്കണം. അത് നമ്മുടെ ബ്രെയിൻ പവർ കൂടും, നമ്മുടെ ഓർമ്മശക്തി കൂടും, പഠിച്ചതെല്ലാം ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.